ഹേ ഗൈസ്, ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കക്കാർച്ചി തോരൻ കേട്ടോ. പിന്നെ ഇച്ചിരി കാന്താരി മുളകൊക്കെ പിച്ചെടുത്തു. പിന്നെ കക്കാർച്ചിയെല്ലാം ക്ലീനാക്കി വെച്ചു. അതിൽ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ കാന്താരി മുളക്, ചുമന്നുള്ളി, ഉപ്പുമിട്ട് പുരട്ടി അതിനെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കണം. അന്നേരം വെള്ളം പറ്റുമല്ലോ. ആ സമയം കൊണ്ട് നമുക്കിനി ഇച്ചിരി ഇതിൻ്റെ മസാലക്കൂട്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ അതിൻ്റെ തിരക്കിൽ പോകുമ്പോഴുണ്ട് ഭയങ്കര കാറ്റും മഴയും വന്നിട്ട് ഈ ആവി പറക്കുന്നതൊക്കെ കാറ്റിൻ്റെ ശക്തിയാണ്. കരണ്ടും അങ്ങോട്ട് പോയി. കക്കാറച്ചിയുടെ കാര്യം തീരുമാനമായി എന്ന് തോന്നുന്നു. പിന്നെ ഇരുട്ടത്ത് വെച്ച് നമ്മളുണ്ടാക്കി കാറ്റടിക്കുന്ന കണ്ടോ, മഴയാണ്, കരണ്ടും ഇല്ല. കല്ലിൽ വെച്ച് അങ്ങോട്ട് അരച്ചെടുത്തു. അതിൻ്റെ മസാലകളെല്ലാം അരച്ചെല്ലാം സെറ്റാക്കി എടുത്തിട്ട് ഇനി നമുക്ക് ആ ചട്ടി അടുപ്പിൽ വെച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മസാല ഇടുക, തോർത്തിയെടുക്കുക. ആ വെള്ളം പറ്റിക്കഴിയുമ്പോൾ ഒരുപാട് തോർത്തണ്ട, വെള്ളം പറ്റിക്കഴിയുമ്പോൾ ഇറച്ചി ഇട്ട് കൊടുക്കുക. പിന്നെ ഇറച്ചിയും ആ മസാലയും കൂടി ഒരുമിച്ച് അവിടെ ഫ്രൈ ആയിക്കോളും. പിന്നെ പതുക്കെ അവിടെ നിന്നു. ഇതിൻ്റെ ഇടയ്ക്ക് മോൻ വഴക്കിട്ടു. അതിൻ്റെ ഇടയ്ക്ക് പോകണം, കറണ്ടില്ലല്ലോ, അവന് പേടിയാണ്. അത് പതുക്കെ അവിടെ നിന്ന് ഞാൻ തോരൻ വെച്ചെടുത്തു ഗൈസ്. ഞാൻ വിട്ടില്ല ഗൈസ്, അത് ഞാൻ രാത്രി തന്നെ കഴിച്ചു ഗൈസ്. പിന്നെ ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഒരു കാറ്റടിക്കുക, അന്നേരം കറണ്ട് പോവുക. അത് സ്ഥിരം പരിപാടിയാണ്. പിന്നെന്താ, എൻ്റെ കക്കാർച്ചി റെഡി ആയിക്കഴിഞ്ഞു.